നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിറവിത്തിരുന്നാളിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നുവെന്ന. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നതിന്റെ അടയാളമല്ലേ ക്രിസ്മസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന് അവൻ അറിയപ്പെടുമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോ ഇന്നേ ദിവസം ദൈവത്തിന്റെ വാഗ്ദാനം ഈ ഭൂമിയിൽ ജാതനാവുകയല്ലേ. മാലാഖ തുടർന്നുകൊണ്ട് ആട്ടിടയന്മാരോട് പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, എല്ലാ ജനതകൾക്കും വേണ്ടി ഒരു സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആ സത്വാർത്ത കാണുവാൻ വേണ്ടി ആട്ടിടയന്മാർ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് ചെല്ലുമ്പോ നമ്മളെ പോലെ ചിരിക്കുന്ന, നമ്മളെ പോലെ കരയുന്ന, നമ്മളെ പോലെ കൈകാലുകളുള്ള, നമ്മളെ പോലെ മാംസരക്തങ്ങളുള്ള ഒരു ശിശു ദൈവം പുൽക്കൂട്ടിൽ ജാതനായിരിക്കുന്നത് ആ ആട്ടിടയന്മാർ കാണുകയാണ്. ലോകം തിരസ്കരിച്ചവരെ യേശു കൂടെ ചേർക്കുന്നു. ലോകം വേണ്ട എന്ന് വെക്കുന്നവരെ അവിടുന്ന് ഒരുമിച്ച് ചേർക്കുകയല്ലേ. ആ കാലിത്തൊഴുത്തിനുള്ള പ്രത്യേകത എന്താണ്? ആ കാലിത്തൊഴുത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരിക്കലും അടഞ്ഞു കിടക്കുന്ന വാതിലുകളില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് അവിടേക്ക് കയറി ചെല്ലാം. സുഹൃത്തെ, ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നന്മകളിലും താഴ്ചകളിലും വീഴ്ചകളിലും പാവങ്കിലമായ ജീവിത അവസ്ഥകളിലും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടമാണ് യേശു. ആ യേശു ഇന്ന് സമ്മാനമായിട്ട് നമ്മുടെ മുമ്പിൽ ജനിക്കുന്നു. സ്വർഗം ഭൂമിക്ക് നൽകിയ വലിയ സമ്മാനത്തിന്റെ ദിവസമല്ലേ ഇന്ന്. എന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളെ തന്നെ സമ്മാനമായിട്ട് നമുക്ക് കൊടുത്തുകൂടാ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ, പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ ചൂടുള്ള കരങ്ങൾ പിടിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമില്ലേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്ന സമ്മാനങ്ങളെക്കാൾ നമ്മൾ കെട്ടിപ്പിടിക്കുന്ന നമ്മുടെ ആലിംഗനങ്ങൾക്കും നമ്മുടെയൊക്കെ ചുടുചുംബനങ്ങൾക്കും നൽകാൻ പറ്റാത്ത, വിലയിടാൻ പറ്റാത്ത വലിയ വിലയുണ്ട് എന്ന് നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ തിരിച്ചറിയണം. ഈ ക്രിസ്മസ് ദിനം സ്വർഗം ഭൂമിക്ക് നൽകിയ സമ്മാനത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ജീവിതം ഒരു സമ്മാനമായി മാറ്റിവെച്ചുകൂടെ? ഗോഡ് ബ്ലസ് യു. ആമേൻ.